അസ്സലാമലൈക്കും. നമുക്കിന്നൊരു ഓട്സ് വട സാമ്പാർ വട ഉണ്ടാക്കിയാലോ? വായോ. ഇത് ഓട്സാണേ. ഒരു അരക്കപ്പ് ഓട്സ് പൊടിച്ചെടുത്തു, മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. അതിലേക്ക് ഒരു സ്പൂൺ, വലിയൊരു സ്പൂണ് റവ ഇട്ടു. ഓക്കെ. എന്നിട്ട് സവാള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞു വെച്ചു. അത് അതിലേക്ക് ഇട്ടു. ഓക്കെ. പിന്നെ കുറച്ച് പരിപ്പാണ്. നമ്മൾ പരിപ്പ് മറ്റേ എന്താ പറയുക, വടപ്പരിപ്പില്ലേ, അത് ഇച്ചിരി കുതിർത്ത് ഒന്ന് ക്രഞ്ചിനെസ് കടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് കുറച്ചൊരിച്ചിരി, വലിയ ഒരുപാടൊന്നും വേണ്ട. ഇത് ഞാനൊരു 2 പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ആവശ്യാനുസരണം നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ. പിന്നെ ഒരു ചില്ലി ഫ്ലെക്സ് ഇട്ടു, മറ്റേ പിങ്ക് സോൾട്ട് ഇട്ടു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് കുതിർക്കാൻ വയ്ക്കണം. കാരണം റവയും ഓട്സും ആയതുകൊണ്ട് ഇച്ചിരി കുതിർക്കാൻ ഇച്ചിരി ടൈം വേണം. ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ഇച്ചിരി ടേസ്റ്റ് കൂട്ടാനായിട്ട്. സാധാരണ വടയിൽ ഇടത്തില്ല, ഞാനതൊരു ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി തേങ്ങയും ഒക്കെ ഇട്ട് നന്നായിട്ടത് എന്താ പറയുക, അത് കുതിർത്ത് സോക്കായിട്ട് നന്നായിട്ട് നമ്മുടെ ഒരു വടയുടെ ഒരു പരുവം ആവണം. എന്നിട്ട് ഇച്ചിരി കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ നമുക്ക് അടച്ചു വയ്ക്കാം. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഇപ്പോൾ റെസ്റ്റിങ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അസർ നമസ്കരിച്ചിട്ട് വന്നിട്ടാണ് ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് ഓയിൽ പാൻ, കുഞ്ഞു പാനാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ചെറിയൊരു കുഞ്ഞു ഫാമിലി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതി കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെ ആവശ്യാനുസരണം നമുക്ക് ഇത് കൂട്ടുകയും കൂടുകയും ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ആവശ്യാനുസരണം. ഇത് വട ആക്കി കുഞ്ഞു വടയാക്കിയിട്ട് ഞാനങ്ങനെ പൊരിച്ചെടുക്കുവാണ്. പിന്നെ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുവാണെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ പ്ലീസ്. പിന്നെ ചായ വെച്ചു. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഇഞ്ചി മറ്റേ ജാസ്മിൻ ചായയാണ്. അതിൻ്റെ ഇഞ്ചിയുടെ പൊടിയാണ് കേട്ടോ ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ള. അപ്പോൾ പാലിട്ടു, ഇഞ്ചിപ്പൊടി ഇട്ടു. പിന്നെ ഒഴിക്കുന്നത് ജാസ്മിൻ വെള്ളത്തിലിട്ട് വെച്ചതിൻ്റെ വെള്ളമാണ്. അതിൻ്റെ ചെടിയിൽ കുറച്ചുണ്ട് അഞ്ചാറ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാസ്മിൻ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ കുടിച്ച് നോക്കണം കേട്ടോ. അത് നമുക്ക് ചായയും നല്ലതാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് നമ്മുടെ കട്ടൻ ചായക്കാണ് കേട്ടോ. കട്ടൻ ചായക്ക് വെള്ളത്തിന് പോലെ ഈ വെള്ളം എടുത്തിട്ട് ചായപ്പൊടി ഇട്ടിട്ട് കട്ടൻ ചായ ആക്കുക. നല്ല ടേസ്റ്റാണ്. ഡേ ഓഫ് ഫാസ്റ്റിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് ആ ചായ. അതുകൊണ്ടാണ് ഞാൻ കൂടെ പൂ കിട്ടുമ്പോഴൊക്കെ അത് ചെയ്യും കേട്ടോ. ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ വടയായി. വട തിരിച്ചൊക്കെ ഇട്ടു. പിന്നെ ഞാൻ 5-6 എണ്ണം ചായക്കെടുത്തു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ ഞാൻ സാമ്പാറിലാക്കി. നേരത്തെ നമ്മൾ തമ്മിലിൽ പറഞ്ഞതുപോലെ ഓട്സ് സാമ്പാർ വടയാണല്ലോ, നല്ല ഇഷ്ടമായി എനിക്ക്. സൂപ്പറായിരുന്നു. അങ്ങനെ ചായയും വടയും കഴിച്ചു. നല്ല ക്രിസ്പി ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ബാക്കി കുറച്ചിരുന്നതിനെടുത്ത് ഞാൻ സാമ്പാറിലാക്കി. രാവിലെ സാമ്പാർ വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ഞാൻ കഴിക്കുന്നത് സന്ധ്യ ആയപ്പോഴാണ്. മറ്റത് വൈകുന്നേരം കഴിച്ചു, ഇതൊരു സന്ധ്യ ആയപ്പോഴാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റായിരുന്നു, അൽഹംദുലില്ലാ. പിന്നെ എന്തൊക്കെയാണ് വിഷയം? എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ. അസ്സലാമു അലൈക്കും.